അഗോഡ ഫോർട്ടിന്റെ അടുത്തുള്ള ജയില്, അതായത് പണ്ട് പോർച്ചുഗീസുകാരുള്ളപ്പോൾ തൂക്കിലേറ്റിയില്ല, ജയിലായിരുന്നു. ഇവിടെ ആകെ ഒരാളെയാണ് തൂക്കിലേറ്റിയേക്കണത്. നമ്മൾ സിക്യോറം ഫോർട്ടിൽ കണ്ടിരുന്നില്ല ഗ്യാപ്പുകൾ, ഇതേപോലെ ഈ ഗ്യാപ്പുകളിലൊക്കെ ഇങ്ങനെ വെച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കടൽ മാർഗത്തിൽ കൂടെ പന്നവര പീരങ്കി കൊണ്ട് ഇവർ നേരിടും. ഒരു രക്ഷയില്ല കേട്ടോ. അന്നത്തെ ആ ഒരു പോർച്ചുഗീസുകാരുടെ ജയിലാണിത്. ഇത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ മെയിൻ്റെനൻസ് ആയിരുന്നു. ഇപ്പോൾ റിനോവേഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒക്ടോബറിൽ സ്റ്റാർട്ടാവും. അഥവാ ഏതെങ്കിലും ഒരു കപ്പലാ അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള എന്തെങ്കിലും പുറപ്പാട് തന്നെയാണെങ്കിൽ അപ്പോൾ തന്നെ ഇവിടെ സൈറൻ ഓണാക്കും. പിന്നെ നേരെ ഇവിടെ ഫോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈറനുകൾ വിട്ട് എല്ലാവരും അലേർട്ടാവും. ആ കാലഘട്ടം ചിന്തിക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് 20 പേരെ ജയിലിലിട്ടിരുന്നതാണ്. അതായത് 20 പേരുടെ ജയിലാണ് ഈ കാണുന്നത്. അതായത് 20 പേരെ ഇട്ടിരുന്ന ജയിലാണ് ഈ കാണുന്നത്. ഈ ഒറ്റൊരു സെല്ല്, സിംഗിൾ സെല്ല്. ഇവിടെ നിന്ന് മേളിലോട്ടൊരു എൻട്രൻസ് ഒക്കെ ഉണ്ട്, മേളിലോട്ടൊരു സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇതൊക്കെ ഓരോ സെക്ഷനാണ്. ഓരോ ജയിൽ പുള്ളികൾക്ക് ഓരോരോ പല പല തെറ്റുകൾ ചെയ്തവർക്കുള്ള പല പല സെല്ലുകളാണത്. അതിൻ്റെ മേളിലൊരു 2 വിൻഡോ കാണുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഏറ്റവും ശിക്ഷ അർഹിക്കണവരിന് ഇടുന്ന ഒരു ജയിലാണെന്ന് തോന്നുന്നു. കാരണം കംപ്ലീറ്റ് ഒരു തനിയെ ഒറ്റപ്പെട്ടിട്ടുള്ളൊരു ജയിലാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. അവർക്ക് ആ കടൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുക. ഇത് ഒരു ചാപ്പലാണ്. മേളിൽ നിൽക്കാനുള്ളൊരു ഭാഗം കൂടിയുണ്ട്. ആളൊഴിഞ്ഞ വീട്, അതായത് ഒരു പ്രേതാലയം പോലുള്ളൊരു വീട്. കാലങ്ങളായിട്ട് ആളില്ലാത്തൊരു വീടാണ്, ബിൽഡിങ്ങാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. ഈ അഗോഡ ഫോർട്ടിൻ്റെ താഴത്തുള്ള ഈ ജയിലിൻ്റെ അടുത്തായിട്ടാണ് പോർച്ചുഗീസുകാരുടെ ജയിലാണത്. ആ ജയിലിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വീടുകൾ ഇങ്ങനെ കിടക്കണം. അതായത് കാട് പിടിച്ച് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രേതാലയം പോലെ ഉണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ഭയാനകം തോന്നണ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. ഒരു ആംബിയൻസ് ആണ് അങ്ങനത്തെ. പിന്നെ ഇപ്പോൾ കുറച്ച് കാടൊക്കെ വെട്ടി തെളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഇത് പണ്ട് ഈ ജയിലിൻ്റെ ഓഫീസേഴ്സ്, അതായത് അവിടുത്തെ സ്റ്റാഫുകളും ഓഫീസേഴ്സും അവർ താമസിച്ചിരുന്ന ബിൽഡിംഗ് ആയിരുന്നു എന്നാണ് പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ചിലപ്പോൾ ആയിരിക്കാം അത് റിന്യൂ ചെയ്തതാവാം. അതായത് പഴയ ബിൽഡിങ് തന്നെ തേച്ച് ഒന്ന് റിന്യൂ ചെയ്തതാവാം. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ ഒരു ജയിൽ റിന്യൂ ചെയ്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ പോയി നോക്കാം. ഇത്
കംപ്ലീറ്റ് ചോർച്ചയാണ് കണ്ട. ഈ ബിൽഡിങ് പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോറിലൊന്ന് പോയി നോക്കാം. ഉണ്ടാവും. നമുക്കിനി സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാം. ഇത് 3 നില ഉള്ളൂ കേട്ടോ. അത് ഈ ആൽമരം വീടിനെ വിഴുങ്ങിയിട്ടുണ്ട്. മനസ്സിലായി മരങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു തരുന്നുണ്ട്. ഇതൊന്നും കണ്ട് നിങ്ങൾ ആരും അനുകരിക്കരുത്. ഇതിനായിരിക്കും ഈ തുണി ഇവിടെ കെട്ടിയിട്ടെന്നാ. ദൈവമേ, ഇതുപോലെ ആരെങ്കിലും വന്ന് ഹാങ് ചെയ്തതാണോ? അതിപ്പോൾ ഈ ലൈറ്റിൻ്റെ പ്രകാശത്തിലാണ് നമുക്ക് ഇവിടെ ഇത്രയും ബ്രൈറ്റ്നെസ് തോന്നുന്നത്. ശരിക്കും ഇരുട്ടാണ് ഇവിടെ. ഞാൻ കാണിച്ചുതരാം. തമാശ കാര്യമാവുന്നില്ല. ഇത് കംപ്ലീറ്റ് പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കണ കേട്ടോ. ഈ വീടിന് ഇത് കംപ്ലീറ്റ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ ടൈം 7 മണിയാണ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മെയിൻ സ്വിച്ച് ബോർഡ്, പിന്നെ അതുപോലെ തന്നെ സ്വിച്ചുകളൊക്കെ പഴയ സ്വിച്ചാണ് ഇവിടെ കാണാൻ. ഈ ഷവർ നോക്കിയ ഇത് വിൻറ്റേജ് ആണ് കേട്ടോ. ഈ ഷവർ കാരണം ഇപ്പം ഇങ്ങനത്തെ ഒരു ഷവർ അയ്യോ ഇപ്പം ഇങ്ങനത്തെ ഒരു ഷവർ കാണാൻ കിട്ടത്തില്ല. സോറി, ഇത് മൊത്തം ദ്രവിച്ചിരിക്കണേ. ഞാൻ തൊട്ടപ്പോൾ തന്നെ വിട്ടു വന്നാണ്. ഞാൻ തിരിച്ചതേപോലെ വെച്ചേക്കാം. ഹോൾ സെറ്റ്. ഇവിടെ നിന്നുള്ള വ്യൂവും ഒരു രക്ഷയില്ല കേട്ടോ. കടലിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് പഴയ കാലത്തെ സ്വിച്ചാണ്, വിൻറ്റേജാണ്. ഇതാണ് പ്ലഗ് പോയിന്റ്, സ്വിച്ച്. കണ്ടോ, ഇതൊക്കെ എല്ലാം ദ്രവിച്ച് പോയിരിക്കണം. കണ്ടോ, തൊട്ടപ്പോൾ തന്നെ വിട്ടു വന്നു. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകണേണ്. അപ്പോൾ ഈ ഒരു വീടിന് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾക്ക് തോന്നുന്ന പേര് ഈ വീടിന്. ഇവിടെ ബാഗ്സ് ഉണ്ട് കേട്ടോ. ബാഗ്സ് കണ്ട, നിപ്പേക്കുള്ള ടൈമാണ്. വല്ലയിടത്തൊന്നും ആരും പോകരുത്. ഇതിപ്പോൾ ഈ വേറൊരു സ്ഥലമായതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഈ കാണിക്കണം നിങ്ങൾ. എന്താ ഇവിടെ എന്തെങ്കിലും ഒരു സ്കെൽട്ടൻ കിടക്കണ്ട എനിക്ക് തോന്നുന്നത്. നായയുടെ ആയിരിക്കും എന്ന് തോന്നുന്നു കണ്ടിട്ട്. കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉറുമ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇരുട്ടായിക്കൊണ്ടിരിക്കണതാണ്. അപ്പോൾ അത് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല. വേഗം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഞാൻ മറ്റൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. ഈ വീടിൻ്റെ ഉള്ളിലായിരുന്നു നമ്മളിപ്പോൾ കയറിയിട്ട് വന്നത്.
ഇതേപോലെ ഈ ഒരു വീടല്ല കേട്ടോ, ഇതേപോലെ ഒരു 4-5 ബിൽഡിംഗ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അപ്പൊ നമ്മ ഇന്നിപ്പോ വേറെ 2-3 ഡെസ്റ്റിനേഷനുകളാണ് നമ്മളിപ്പോ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഒന്നിപ്പോ ആദ്യം പോണത് ഹർവലം വാട്ടർഫോൾ എന്ന് പറഞ്ഞ സ്ഥലം, പിന്നെ പാണ്ഡവാസ് ഗുഹ, പിന്നെ അതുപോലെ തന്നെ വാൾപോയി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഈ സ്ഥലങ്ങളാണ് ഇന്നിപ്പോ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് നമ്മ. ഇപ്പൊ കല്ലംകോടിയിൽ നിന്ന് വന്നിട്ട് 35 കിലോമീറ്റർ ഉണ്ട് കാണിക്കണത് ഈ പറഞ്ഞ ഹർവലം വാട്ടർഫോൾസിലോട്ട്. പിന്നെ ഇപ്പൊ ഏകദേശം ഇനിയിപ്പോ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അടുത്തുള്ളൂ വെരി ക്ലോസ് ടു പ്ലേസ് ആയി നമ്മ. അപ്പൊ ഇനിയിപ്പോ അവിടെ പോയിട്ട് അവിടെ ഉള്ള കാഴ്ചകൾ കാണിച്ചുതരാം. ഇവിടെ ഈ ഗോവയിൽ വന്നവർക്ക് 2-3 കാര്യങ്ങളുണ്ട്. അതായത് റോഡിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണിത്. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് പശുക്കളും കാളകളൊക്കെ ഒരുപാട് ഇങ്ങനെ റോഡിന്റെ നടുക്ക് വട്ടം നിൽക്കും. അപ്പൊ കഴിവതും വണ്ടി നിർത്തി സ്ലോ ഡൗൺ ചെയ്ത് പോവാ. ഇപ്പൊ നമ്മ ഹർവലം കേവ്, അതായത് പാണ്ഡവ കേവ് എന്നും പറയും, ഹർവലം കേവ് എന്നും പറയും. അവിടെ തന്നെ ഒരു 1.5 കിലോമീറ്റേഴ്സിന് അടുത്തായിട്ട് ഒരു വാട്ടർഫോൾ ഉണ്ട്. വാട്ടർഫോൾ ഒരു അടിപൊളി സ്ഥലമുണ്ടാ. ഞാൻ ഫോട്ടോസ് കണ്ടിരുന്നു. നമുക്കത് നേരിട്ട് കാണാം. ഇപ്പൊ ഏകദേശം അടുത്തെത്തി. എത്തി. അപ്പൊ അങ്ങനെ നമ്മ ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തി. അതായത് പാണ്ഡവാസ് കേവ്, പാണ്ഡവന്മാരുടെ ഗുഹകളായിരുന്നു അന്ന് അവര് താമസിച്ചിരുന്നത്. അതായത് പാണ്ഡവന്മാര് വനവാസത്തിന് പോയ കാലഘട്ടത്തില് അവര് 12 വർഷോളം ഇതിന്റെ ഉള്ളിൽ താമസിച്ചിരുന്നു എന്നാ പറയുന്നത്. പിന്നെ ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുഹകളിൽ പല പല സെക്ഷനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സെൻറ്റർ ആയിട്ടുള്ളതിൽ നമുക്ക് ശിവലിംഗം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശിവലിംഗം ഉള്ളത് കൊണ്ട് ഇവിടെ ഹിന്ദു മതക്കാർ പറയുന്നത് ഇത് അവരുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കേവ് വന്നതെന്നാണ് പറയണത്. അതേപോലെ തന്നെ ഈ പരിസരത്ത് നിന്നിട്ട് ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു കിട്ടിയപ്പോഴത്തേക്കും അത് ബുദ്ധ മതക്കാരൻ്റെ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ടും 6th 7th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നതാണ് ഈ ഗുഹ. കംപ്ലീറ്റ് റെഡ് സ്റ്റോൺ കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഇതിലിപ്പോൾ എല്ലാ ഗുഹകളിലും ശിവലിംഗം ഉണ്ട്. നേരത്തെ ഒരു ഗുഹയിൽ നിന്നായിരുന്നു ശിവലിംഗം ഇവർക്ക് കിട്ടിയത്. ഈ ഗേറ്റൊക്കെ ഇതിന് ശേഷം വെച്ചേക്കണതാണ് കേട്ടോ. നേരത്തെ ഇത് ഗേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഒരു സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇവര് ഗേറ്റ് ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്തതാണ്. പാണ്ഡവ കേവ്സ് എന്നല്ലാതെ ഇതിന് വേറൊരു പേരുണ്ട്, ഹർവലം കേവ്സ്. അപ്പോൾ ഇതിന്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഹർവലം ടെമ്പിൾ വന്നത്. പിന്നെ ഒരു വാട്ടർഫോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തത് അങ്ങോട്ടാണ് പോണത്. പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് ബ്രീഫായിട്ട് ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കേവായിട്ടാണ് ഇവർ തിരിച്ചേക്കണത്. 2 കേവാണ് ഇതിൻ്റെ ഉള്ളിലുള്ള. 2 കേവും പിന്നെ അതേപോലെ തന്നെ ഒരു ചാമ്പറും ഉണ്ട്, റെസിഡൻഷ്യൽ ചാമ്പർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അതിൽ തന്നെ നടുക്കത്തെ കേവിൽ കണ്ടതാണ് നമ്മൾ ശിവലിംഗം. പിന്നെ അതേപോലെ വലതുവശത്ത് ഏറ്റവും എൻഡിൽ കണ്ടിരുന്നത് സൂര്യൻ്റെ ഭാഗമായിട്ടുള്ളൊരു ദൈവത്തിനാണ് അവർ സ്ഥാപിച്ചേക്കണത് അവിടെ. ഇതാണ് ഹർവലം ടെമ്പിൾ. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ആ വാട്ടർഫോൾ തന്നെ. ഇവിടെ ഒരു 1.5 കിലോമീറ്റർ ഹൈക്കിംഗ് ഉണ്ട്. ഹൈക്കിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ആ വാട്ടർഫോളിലോട്ട് പോണത്. കുറച്ച് നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. ഗോവയിൽ വന്നവർക്ക് കാണാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ വ്യൂ ഞാൻ കാണിച്ചു തരാം.
വാട്ടർഫോൾസ് ഇതാണ്. നല്ലൊരു വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ്. വൈഡായിട്ടുള്ള ഏരിയ എന്നൊരു വാട്ടർഫോൾ പഞ്ഞത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ വലിയ ആഴമില്ല, ഈ ഭാഗങ്ങളിലൊന്നും വലിയ ആഴമില്ല, പിന്നെ ആ ഭാഗത്ത് ആഴുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഡെസ്റ്റിനേഷനൊക്കെ ഉണ്ട് നിങ്ങളുടെ ഗോവയിൽ. നിങ്ങൾ ഗോവയിൽ എപ്പോൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പാർട്ടി, ബീച്ച് അങ്ങനെയുള്ള ഒരു വൈബ് വിട്ടിട്ട് ഇടയ്ക്ക് ഇതേപോലെ ഹൈക്കിങ്ങും കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇറങ്ങിയാൽ ഇതേപോലുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പൊ ഇനി അടുത്തത് നമ്മളിപ്പോ നിൽക്കുന്നത് മായം ലേക്കാണ്. ആനന്ദ മൂവിലൊക്കെ എല്ലാവർക്കും കണ്ടുപരിചയം ഉണ്ടാവും. ബഞ്ചി ജമ്പിങ് ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് ഗോവയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നത് മലയാളം ബ്ലോഗിങ്ങിലോ അല്ലെങ്കിൽ പ്രോഗ്രാമിലോ ഇവിടുത്തെ ഒരു ബഞ്ചി ജമ്പിങ് ഞാൻ കണ്ടതായിട്ട് അറിഞ്ഞൂടാ എൻ്റെ അറിവിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് മായം ലേക്കിലത്തെ ഒന്ന് ബഞ്ചി ജമ്പിങ് എങ്ങനെയാണെന്ന് നോക്കാം പോയിട്ട്. അതായത് ഒരുപാട് പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് എവിടെയാണെന്നുള്ളത്. പിന്നെ അത് റിയൽ ആണ് ആനന്ദ മൂവിയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് റിയലാണ്. മായം ലേക്കാണ് ഗോവയിൽ, നോർത്ത് ഗോവയിൽ തന്നെ വന്ന ഭാഗമുണ്ട്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്, നല്ല വെതറാണ് ഇവിടെ. ഈ ബഞ്ചി ജമ്പിങ് അല്ലാതെ പിന്നെ വേറെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് പാരമോട്ടറിങ്, പിന്നെ അതുപോലെ തന്നെ സ്ക്യൂബ ഡൈവിങ്, റിവർ റാഫ്റ്റിങ്, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസും കൂടി ഉണ്ട്. ഇതാണ് കൗണ്ടർ. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. പിന്നെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കൗണ്ടറിൽ നിന്ന് പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു വൈബാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് നേരെ മേളിൽ പോയിട്ടാണ് പിന്നെ ബഞ്ചി ജമ്പിങ്. അതേപോലെ ബഞ്ചി ജമ്പിങ്ങിന് പോണവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരിത് ചെയ്യരുത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. ഓക്കെ. ഇവിടെ വന്നിട്ട് അതിനെക്കുറിച്ച് ഒന്നും കൂടി അവർ ബ്രീഫായിട്ട് നമ്മളുടെ അടുത്ത് കാര്യങ്ങൾ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ നിന്നൊരു ഫോം പോലെ ഒരു ടാബ് വരും. ടാബിൽ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് പിന്നെ അതിന് ശേഷം നമ്മുടെ ബിലോങ്ങിങ്സ്, അതായത് വാച്ച്, വാളറ്റ്, പിന്നെ അതുപോലെ വാച്ച്, ഫോണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫ് പോലെ ഉണ്ട്. അപ്പോൾ അതിൽ വെച്ച് തന്നെ സേഫായിട്ട് അവിടെ വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് എംറ്റി ആയിട്ട് വേണം മേളിലോട്ട് പോകാൻ. പിന്നെ ഇവിടെ വെയിറ്റ് എടുക്കുന്നുണ്ട്. അപ്പം ഇവർ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടാണ് എൻ്റെ കയ്യിൽ 82 എന്ന് എഴുതിയേക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാണ് ലോക്കർ. അപ്പോൾ നമ്മുടെ വാച്ച്, വാളറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബഞ്ചി ജമ്പിങ് കഴിയുമ്പോൾ അവർ തന്നെ സർട്ടിഫിക്കറ്റ് ആണ്
നദീം വി കേരള. നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. കാരണം എല്ലാവർക്കും എന്തായിരിക്കും ആ ഒരു സമയത്ത് തോന്നണം എന്നുള്ളതൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ അതായത് ഞാൻ ഇവിടെ നിന്ന് നടന്നു പോയി, നമുക്കവിടെ ക്യാമറ അലൗഡ് അല്ല, അവർ തന്നെ ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ ഒപ്പം അവർ നമുക്ക് തരുന്നതാണ്. അതായത് സർട്ടിഫിക്കറ്റും വീഡിയോ വിഷ്വൽസും അവർ കവർ ചെയ്തിട്ട് തരുന്നതാണ്. ഒരാൾക്ക് 4850 രൂപയാണ് വന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ഇങ്ങനെ ഒരു വാക്ക് വേ ഉണ്ട്. ആ വാക്ക് വേ കൂടെ പോയി പിന്നെ അവിടെ നിന്ന് താഴത്തുനിന്ന് നമ്മൾ ഒരു ലിഫ്റ്റിൽ കയറി മേളിലെത്തും. മേളിലെത്തിയിട്ട് അടുത്ത ആളുണ്ടെങ്കിൽ ആൾ കഴിഞ്ഞ് അത് തിരിച്ച് റോപ്പ് മേളിലെത്തണവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പടപടപടാന്ന് പറഞ്ഞാൽ ഇടിച്ചുകൊണ്ടിരിക്കും. കാരണം ആ സിറ്റുവേഷൻ അങ്ങനെയല്ല, നമുക്കറിയാം, നമുക്ക് മുൻകൂട്ടി അറിയാം നമ്മിത് ചാടാൻ പോണേ, നമ്മിത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ബെൽറ്റൊക്കെ ഇട്ട് തരും. ബെൽറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. ബെൽറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവരിങ്ങനെ പറയും ഒരു ലൈൻ ഉണ്ട്, അതായത് ഒരു എൻഡ് ലൈൻ. ആ എൻഡ് ലൈൻ്റെ അവിടെ പോയി നിൽക്കാൻ പറയും. എന്നിട്ട് നമ്മളടുത്ത് ആദ്യം പറയണം, ഒന്നില്ലെങ്കിൽ മുമ്പോട്ട് ചാടണം, ഡൈവ് ചെയ്യണം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വീണാൽ മതി എന്ന് പറഞ്ഞേ. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിക്കും. അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു അബ്നോർമലായിട്ട് തോന്നണമെങ്കിൽ നമ്മൾ അത് അപ്പം തന്നെ അവിടെ പറയാം. നമുക്ക് തൊട്ടിപ്പുറം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക, ടേക്ക് എ ഡീപ് ബ്രത്ത്, ഇൻഹെയിൽ, എക്സെയിൽ. ഓക്കെ. എന്നിട്ട് ആ ലൈൻ്റെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഇങ്ങനെ നമ്മൊന്ന് താഴത്തോട്ട് നോക്കുമ്പോഴുള്ളൊരു ഫീലില്ലേ, എൻ്റെ പൊന്നോ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാ, ആ ഒരു ഫീലായിരുന്നു. എന്തായാലും ഒരു ലൈഫിലൊരു നല്ലൊരു അനുഭവമായിരുന്നു. ഇതെല്ലാവരും വന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ എല്ലാവരും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഈ ബഞ്ചി ജമ്പിങ് എന്ന് പറയണതൊക്കെ ലൈഫിൽ നമ്മൾ ഒരുപാട് എന്തോരം വെല്ലുവിളികൾ നേരിടുന്ന ഓരോരുത്തർ. ഇതൊക്കെ ചെറിയൊരു കാര്യങ്ങളാണ്. ഇതൊക്കെ വന്ന് ചെയ്ത് നോക്ക്. ഒന്നുമില്ല, അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഹെൽത്ത് ആ പറഞ്ഞ കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ മാത്രം അടിപൊളി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഋഷികേശ്, അതായത് ഇവരുടെ തന്നെയാണ് കേട്ടോ. ഋഷികേശും ഗോവയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ടിക്ക്. അങ്ങനെ ബഞ്ചി ജമ്പിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നമസ്കാർ എന്ന് പറഞ്ഞ പള്ളിയിലോട്ട് പോകണാണ്. ഒരു മുസ്ലിം പള്ളി ഇവിടെ തൊട്ടടുത്തുണ്ട്. ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് കണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾ ഈ ബഞ്ചി ജമ്പിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ എക്സ്പീരിയൻസ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു അത്. പിന്നെ ഞാനത് പറയുമ്പോഴാണ് ഓർക്കണത്, പഴയ ഞാനൊരു 5 ഇയേഴ്സ് ബാക്ക് വന്നിട്ട് ഒരു പാരസൈലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടോ.